കർണാടകയിലെ ഹംപിയിൽ ഇസ്രായേലി വനിതയടക്കം രണ്ടുപേരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതിൽ രണ്ടുപേർ അറസ്റ്റിലായി. പ്രദേശവാസികളായ യുവാക്കളാണ് പിടിയിലായത്. അക്രമികൾ കനാലിലേക്ക് തള്ളിയിട്ട ഇവർക്കൊപ്പമുണ്ടായിരുന്ന യുവാവിന് മരണം സംഭവിച്ചിരുന്നു. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, ഈ രണ്ടുപേർ അത് ഈ ഇസ്രായേലി വനിത ഉണ്ടായിരുന്ന ഹോം സ്റ്റേ അതിന് തന്നെ അടുത്തുള്ള പ്രദേശവാസികളാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും എൽദോ, എന്തായാലും ഈ വനിതാ ദിനത്തിൽ നാടിന് നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത്. ഈ ഇസ്രായേൽ യുവതി അടക്കം രണ്ട് വനിതകളും ഒപ്പം 3 പുരുഷന്മാരും അടക്കമായിരുന്നു രാത്രി 11 മണിയോടുകൂടി രാത്രി കനാലിന്റെ ഭാഗത്തേക്ക് നടക്കാൻ പോയത്. അതിനുശേഷം ബൈക്കിൽ 3 യുവാക്കൾ എത്തി. ഇത് സമീപത്ത് തന്നെയുള്ള പ്രദേശവാസികളായ യുവാക്കൾ തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ യുവാക്കൾ ബൈക്കിൽ വന്ന് അതിനുശേഷം ഇവരോട് സമീപത്തുള്ള പെട്രോൾ പമ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നു. പിന്നീട് പണം ആവശ്യപ്പെട്ടു. അത് നൽകാൻ വിസമ്മതിച്ചതോടെ ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന 3 പുരുഷന്മാരെയും ഈ ബൈക്കിലെത്തിയ 3-അംഗ സംഘം ആക്രമിച്ച് കനാലിലേക്ക് തള്ളിയിട്ടു. അതിലൊരാളുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ ലഭിച്ചത്. ഒപ്പം മറ്റു 2 പുരുഷന്മാരും നേരത്തെ തന്നെ രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ഈ ഹോം സ്റ്റേ ഉടമയായ വനിത നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണവും തുടർന്നുള്ള നടപടികളൊക്കെ നടക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ എഫ്ഐആറിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ഈ ഹോം സ്റ്റേ ഉടമയായ വനിതയെ കനാലിന് സമീപത്തേക്ക് കൊണ്ടുപോയി വലിച്ചിഴച്ച് കൊണ്ടുപോയി അവിടെ വെച്ച് ക്രൂരമായി ആക്രമിക്കുകയും പിന്നീട് 2 പുരുഷന്മാർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. അതിനുശേഷം ഇസ്രായേലി വനിതയായ യുവതിയെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സംഘത്തിലുണ്ടായിരുന്ന 3-ാമത്തെയാൾ ബലാത്സംഗം ചെയ്തു. ഇങ്ങനെയാണ് എഫ്ഐആറിലുള്ളത്. എന്തായാലും 2 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. സമീപവാസികൾ തന്നെയായ 2 പേരാണ് കസ്റ്റഡിയിലായത്. ഒപ്പം തന്നെ മറ്റ് സംഘത്തിലുണ്ടായിരുന്ന 3-ാമത്തെ ആൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട്. എൽദോ, ഷംന, ഈ ആക്രമണം നടന്നു. ഒരു യുവാവിനെ കനാലിലേക്ക് തള്ളിയിട്ട് മരണം സംഭവിച്ചു. ഒപ്പം തന്നെ മറ്റുള്ളവർക്കും ഇത്തരത്തിൽ ആക്രമണം നേരിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മാത്രമല്ല, ഇത് വിദേശ വനിത ഉൾപ്പെടെയുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ട ഒരു സംഭവം കൂടിയാണല്ലോ. തീർച്ചയായും എൽദോ, അങ്ങനെ തന്നെയാണ്. കാരണം പൊതുവെ സ്ത്രീകൾക്ക് മേലെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെ വലിയ നിയമ പോരാട്ടങ്ങൾ ആവശ്യമായ ഒന്നാണ്. അത് തടയപ്പെടേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഒരു വിദേശ വനിത നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുന്നു. എന്തായാലും അന്വേഷണം ഊർജിതമാക്കി തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ കനാലിൽ വീണ് മറ്റ് 2 പേർക്കും സാരമായ പരിക്കുകളില്ല. അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ യുവതികളുടെ ആരോഗ്യനിലയിലും വലിയ ഗുരുതരമായ പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമോ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എൽദോ, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഹംപിയിൽ ഉണ്ടായത് രാജ്യത്തെ നടുക്കിയ സംഭവമാണ്. അത് വനിതാ ദിനത്തിൽ അത്തരത്തിലൊരു സംഭവം ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പുറം ലോകത്തേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലി വനിതയടക്കമാണ് ഇത്തരത്തിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായത്.